ബ്രൂവറിയിൽ CPM-ഉം ഘടകകക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നു. തെറ്റായ നയങ്ങളെ കണ്ണുമടച്ച് പിന്തുണയ്ക്കേണ്ടെന്ന നിലപാടിലുറച്ച CPI-യും RJD-യും ഇടതുമുന്നണിയേക്കാളും സർക്കാർ ബ്രൂവറിക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ട്. അതേസമയം ചെറുകക്ഷികളുടെ എതിർപ്പ് ഗൗരവമായി കാണേണ്ടതില്ലെന്നും CPM. പിന്മാറുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്മാറുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല, കാരണം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂവറിയുടെ കാര്യത്തിൽ ഘടകകക്ഷികൾ വലിയ എതിർപ്പ് ഉയർത്തിയിട്ടും പദ്ധതിയിൽ നിന്ന് പിന്നോട്ടിരുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം CPI-ക്കും RJD-ക്കും JDS-നുമെല്ലാമുള്ള മുന്നറിയിപ്പാണ്. സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമം ഗൗരവത്തോടെ കാണേണ്ടെന്ന നിലപാടാണ് CPM-ന്. എതിർപ്പുകളോടും പരസ്യ വിമർശനങ്ങളോടും LDF കൺവീനർ സ്വീകരിച്ച മയപ്പെട്ട നിലപാട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ലെന്നതും ശ്രദ്ധേയമാണ്. RJD-യും അതുപോലെ തന്നെ ആര് പറയുന്നതുമല്ല പ്രശ്നം, ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു, ആ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും. ബ്രൂവറി വിവാദത്തിൽ വലിയ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇതിനിടയിലാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. CPI-യും RJD-യും JDS-ഉം എല്ലാം പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതിൽ CPM-ലും പ്രതിഷേധമുണ്ട്. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആരെങ്കിലും മുന്നണി വിട്ടാൽ അവർ പോകട്ടെ എന്നാണ് പാർട്ടിയിലെ അഭിപ്രായം. അതേസമയം എല്ലാ തെറ്റായ നയങ്ങളെയും കണ്ണുമടച്ച് പിന്തുണയ്ക്കാനാകില്ലെന്നാണ് CPI-യും RJD-യും JDS-ഉം ഒക്കെ സ്വീകരിക്കുന്ന നിലപാട്. മുന്നണി സംവിധാനമാണോ ബ്രൂവറിയാണോ സർക്കാരിന് പ്രധാനമെന്നതാണ് ഘടകകക്ഷികളുടെ ചോദ്യം. നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവഗണിക്കപ്പെടുന്നതിൽ JDS-ന്റെയും RJD-യുടെയും ഒക്കെ പ്രാദേശിക ഘടകങ്ങൾക്കും വലിയ എതിർപ്പുണ്ട്. 19-ൽ ചേരുന്ന LDF യോഗത്തിൽ അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനാണ് CPM-ന്റെയും LDF ഘടകകക്ഷികളുടെയും ഇപ്പോഴത്തെ തീരുമാനം. യോഗത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടായാൽ മുന്നണി സംവിധാനത്തെ വരെ അത് ബാധിക്കുമെന്ന് സാരം. ജനം, തിരുവനന്തപുരം.